Hi, hello all. This is Vandana Chandradasan. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് NIOS ഫാക്ട്സ് വേഴ്സസ് മിത്സ് NIOSന്റെ ഫാക്ട്സും വേഴ്സസ് മിത്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കാരണം ഒരുപാട് ആളുകൾക്ക് NIOSനെ കുറിച്ച് കുറേ തെറ്റായ ധാരണകൾ വന്നിട്ടുണ്ട്. സോ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലോട്ട് പോവാം. So, is NIOS valid in other countries? NIOS മറ്റു രാജ്യങ്ങളിൽ വാലിഡ് ആണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടോ? മറ്റുള്ള രാജ്യങ്ങളിൽ NIOS വാലിഡ് ആണോ? നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടോ? എന്നാ ആ ഡൗട്ട് അങ്ങ് മാറ്റി വെച്ചോളൂ. സോ മെനി യൂണിവേഴ്സിറ്റീസ് ഇൻ കൺട്രീസ് ലൈക്ക് USA, UK, Canada and the UAE accepts NIOS certificate for admission. സോ NIOSന്റെ സർട്ടിഫിക്കറ്റ്സ് കൊണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ, അതായത് നമ്മുടെ UK-യിലും USA-യിലും കാനഡയിലും UAE-യിലും ഒക്കെയുള്ള യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, NIOS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും അണ്ടറിൽ വരുന്ന ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് NIOS എന്നുള്ളത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, NIOSന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി മറ്റൊരു ഡൗട്ടാണ് കേട്ടോ. നമുക്ക് ഇനി മിത്തുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓക്കെ, അന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് മിത്താണ് NIOS സർട്ടിഫിക്കറ്റ് ആർ നോട്ട് വാലിഡ്. NIOS സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അറിയുന്നില്ല, ബട്ട് അവർക്കുള്ള ഒരു മറുപടിയായാണ് ഈ ഒരു വീഡിയോ. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ NIOS is an autonomous body under the Ministry of Education. നമുക്കറിയാലോ, NIOS എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും അണ്ടറിൽ വരുന്ന ഒന്നാണ് അല്ലെ NIOS എന്ന് പറയുന്നത്. സോ its certificate are recognized by all universities, colleges, government job, just like CBSE and ICSE. അതായത് മറ്റുള്ള ICSE അതുപോലെ CBSE സ്കൂളുകളെ പോലെ തന്നെയാണ് NIOSലെ സർട്ടിഫിക്കറ്റും എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് ആ സർട്ടിഫിക്കറ്റ്, NIOSന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മറ്റുള്ള CBSE ICSE സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് പോലെ തന്നെയാണ് NIOS പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സും. അത് വെച്ച് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് കോളേജിലും വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ അതിന്റെ സർട്ടിഫിക്കറ്റിന്, NIOSന്റെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട് കേട്ടോ. ഇനി രണ്ടാമത്താണ് NIOS is only for weak students. അങ്ങനെ കുറച്ച് ആളുകളുടെ ഒരു ധാരണയുണ്ട്, NIOSലെ കുട്ടികളൊക്കെ വീക്ക് ആയിട്ടുള്ള കുട്ടികളാണ്, അത്രയ്ക്കും പഠിക്കാത്ത കുട്ടികളാണ് NIOSൽ വരുന്നത് എന്നുള്ള ഒരു പൊതുവെ ഒരു സംസാരം ഉണ്ട്. സോ അങ്ങനെയല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. NIOS is designed for flexible and inclusive education. NIOS ഡിസൈൻ ചെയ്തത് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുമാണ് NIOS ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ. So many students choose it for reason like pursuing sports, arts or early career. അപ്പം മറ്റുള്ള കുട്ടികൾ എന്താണ്, പെട്ടെന്ന് ഇന്നത്തെ പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല അല്ലെ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്. അവർക്ക് പെട്ടെന്ന് കരിയറിൽ എത്തണം, അവർക്ക് പെട്ടെന്ന് സക്സസ്ഫുൾ ആവണം, സ്പോർട്സിലും ആർട്സിലും അതുപോലെ പെട്ടെന്ന് ഏർലി കരിയറിലൊക്കെ എത്തിച്ചേരണം എന്നുള്ള കുട്ടികളാണ് ഇന്നത്തെ തലമുറ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നത്. പണ്ടത്തെ തലമുറയെ പോലെയല്ല ഇന്നത്തെ കുട്ടികൾ. സോ എന്താണ് അതിനു വേണ്ടിയിട്ട്, സോ അവർക്ക് സ്പോർട്സിലും ആർട്സിലും ഒക്കെ ഒന്ന് എന്താ പറയാ, അവരുടെ മികവ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ചില ക്ലാസ്സസ് മിസ്, സാധാരണ നമ്മൾ CBSE സ്കൂളിലോ ICSE സ്കൂളിലോ സ്റ്റേറ്റ് സിലബസിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പൊതുവെ എന്താണ് ക്ലാസ്സസ് മിസ്സാവും. പക്ഷെ NIOSൽ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കുട്ടികൾ NIOSൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. കാരണം അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ ടൈമിങ്ങിനനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് NIOSലെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അവർക്ക് ആർട്സിന് ആർട്സ്, സ്പോർട്സിന് സ്പോർട്സ്, അവർക്ക് ഏതാണോ താല്പര്യം അതിലെല്ലാം അവർക്ക് ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. കൂടെ അവർക്ക് അവരുടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. സോ ഇപ്പൊ മനസ്സിലായോ, NIOS വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണ്. നിങ്ങൾക്ക് ആ ഒരു ധാരണ തെറ്റാന്ന് നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായില്ലേ? യെസ്. ഇനിയാണ് NIOS സ്റ്റുഡൻസ് cannot go abroad for higher studies. ഇങ്ങനെയും കുറച്ച് ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് NIOSൽ പഠിച്ച കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി പുറത്തു പോകാൻ സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണത്.
അതൊക്കെ ഒരു മിത്താണ്. അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. സോ NIOS സർട്ടിഫിക്കറ്റ് ആർ ആക്സെപ്റ്റബിൾ ഇന്റർനാഷണലി. NIOSന്റെ സർട്ടിഫിക്കറ്റ് ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് NIOS പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പുറമേയുള്ള അബ്രോഡുള്ള യൂണിവേഴ്സിറ്റീസ് UK-യിലും USA-യിലും കാനഡയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ എന്താണ് അവർക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ കുട്ടികൾക്ക് പുറത്തു പോയി പഠിക്കാനുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതൽ NIOSലാണ് വരുന്നത്. സോ ആരും പേടിക്കേണ്ട, NIOSലെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല എന്ന് തെറ്റായിട്ടുള്ള ധാരണയെല്ലാം നിങ്ങൾ എടുത്തു മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി നാലാമത്തെ മിത്താണ് ദർ ആർ നോ പ്രോപ്പർ എക്സാം ഓർ സ്റ്റഡി മെറ്റീരിയൽ. അതായത് NIOSലെ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നില്ല, സ്റ്റഡി മെറ്റീരിയലുകൾ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഒരു പ്രചരണം നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ NIOS കണ്ടക്ട് വെൽ സ്ട്രക്ചർഡ് പബ്ലിക് എക്സാംസ് ട്വൈസ് എ ഇയർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമുക്ക് എക്സാം സൈക്കിൾസ് ഉണ്ട്. ഒരു വർഷത്തിൽ 2 തവണയാണ് നമ്മൾ എക്സാംസ് നടത്തുന്നത് അല്ലെ. ഒരു വർഷത്തിൽ 2 തവണ നമ്മൾ എക്സാം നടത്തുന്നുണ്ട്. സോ വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് എക്സാം ആണ് NIOS കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഏപ്രിൽ ആൻഡ് ഒക്ടോബർ മാസങ്ങളിലായിരിക്കും നമ്മൾ എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ റിസോഴ്സസ് CBSE പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള റിസോഴ്സസുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ മനസ്സിലായില്ലേ, പ്രോപ്പർ ആയിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു ധാരണയും നിങ്ങളുടെ കുറെ ആളുകൾക്ക് തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? യെസ്. ഇനിയാണ് 5ാമത്തെ മിത്ത്, NIOS സ്റ്റുഡൻസ് കാൺ അപ്പിയർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം. അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. കോമ്പറ്റേറ്റീവ് എക്സാം, NIOSലെ കുട്ടികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുപോലെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുമുണ്ട്. പക്ഷെ ഇതും ഒരു തെറ്റായിട്ടൊരു മിത്ത് തന്നെയാണ്, തെറ്റായിട്ടൊരു വിശ്വാസം തന്നെയാണ്. അതായത് NIOS സ്റ്റുഡൻസ് ആർ എലിജിബിൾ ഫോർ NEET, JEE, UPSC, SSC ആൻഡ് അതർ എൻട്രൻസ് ഫോർ ഗവൺമെന്റ് എക്സാംസ്. അവർക്ക് ഗവൺമെന്റ് എക്സാംസും മറ്റുള്ള എൻട്രൻസ് എക്സാംസും നീറ്റും UPSCയും SSC എക്സാംസും എല്ലാം അവർക്ക് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും അവർക്ക് എന്താണ് അറ്റൻഡ് ചെയ്യാം. NIOSലെ എല്ലാ കുട്ടികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പൊ തെറ്റാന്ന് മനസ്സിലായില്ലേ? യെസ്. ഇനി നമുക്ക് 6ാമത്തത് എന്താണെന്ന് നോക്കാം. 6ാമത്തെ മിത്താണ് NIOS മാർക്സ് ആർ നോട്ട് ആക്സെപ്റ്റഡ് ബൈ കോളേജസ്. NIOSന്റെ മാർക്കൊന്നും വെച്ചിട്ട് എന്ത് ചെയ്യില്ല, മറ്റു കോളേജുകളിലൊന്നും സീറ്റ് കിട്ടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഓക്കെ, മറ്റു കോളേജിൽ സീറ്റ് കിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഞാൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ വെറുതെയാണ്, NIOS ഒക്കെ വെറുതെയാണ്, അതിലെ കുട്ടികളൊന്നും മര്യാദയ്ക്ക് പഠിക്കുന്നില്ല, ആ കുട്ടികൾക്കൊന്നും മര്യാദയ്ക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നില്ല, അവരുടെ മാർക്കൊക്കെ വളരെ കുറവാണ്, ഇനി ആ മാർക്ക് വെച്ച് പോയാൽ തന്നെ മറ്റുള്ള കോളേജിലൊന്നും അവരെ എടുക്കത്തില്ല. അങ്ങനെ കുറേ മിത്തുകൾ പറഞ്ഞ് പ്രചരിച്ച് നടക്കുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആൻസർ പറയുന്നത്. എന്താണ്? All UGC and AICTE provide institution accept NIOS mark sheet and certificate for admission in India. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എന്താണ് NIOSന്റെ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ NIOSന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഏത് UGC ആണെങ്കിലും AICTE അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലും അവർക്ക് പോകാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ധാരണ തെറ്റാന്ന് മനസ്സിലായല്ലോ. സോ ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, NIOSന്റെ മാർക്ക് വെച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അഡ്മിഷൻസ് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. NIOS മീൻസ് ഡിസ്റ്റൻസ് ലേണിംഗ് വിതൗട്ട് എനി സപ്പോർട്ട്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട് കേട്ടോ. NIOS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പഠിത്തമാണ്, ഒരു സപ്പോർട്ടും കൂടാതെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണോ? അതെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1 to 1 ടീച്ചർ 1 സ്റ്റുഡന്റ് എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് പോകുന്നത് അല്ലേ. യെസ്, നമുക്ക് നമ്മുടെ ഡെയിലി മറ്റുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്ന പോലെ നമ്മുടെ NIOSലെ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ പറ്റുന്നില്ല. അവർ അവരുടെ വീട്ടിലിരുന്നിട്ടാണ് പഠിക്കുന്നത് അല്ലെ. അവർ മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ എൻഗേജ്ഡ് ആണ് അല്ലെ.
സോ NIOS ഓഫർ പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം, അതായത് PCP. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ എന്താണ് PCP എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു ടീച്ചർക്ക് ഒരു കുട്ടി എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നത്. അതും ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ സെക്ഷൻ ആണ് PCP യിൽ നമ്മൾ കൊടുക്കുന്നത്. സോ അവിടെ നമുക്ക് എന്താ ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക്. NIOSലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്റ്റഡി സെന്റർ ആൻഡ് ഈവൻ ഒറിജിനൽ ഓഫീസസ് ഫോർ ലേണേഴ്സ് സപ്പോർട്ട്. ഇത്രയും ഇത്രയും സപ്പോർട്ടുകൾ നമ്മൾ നമ്മുടെ NIOSലെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്, സ്റ്റഡി സെന്റേഴ്സ് ആൻഡ് ഈവൻ റീജിയണൽ ഓഫീസസ് ഫോർ ലേണേഴ്സ് സപ്പോർട്ട്. കുട്ടികൾക്ക് വേണ്ടി ഇത്രയും സപ്പോർട്ടുകൾ നമ്മുടെ NIOS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി NIOS ഹാസ് നോ വാല്യൂ കമ്പയർഡ് ടു CBSE ഓർ സ്റ്റേറ്റ് ബോർഡ്. സ്റ്റേറ്റ് ബോർഡിനെ പോലെയും CBSEനെ പോലെ ഒന്നുമല്ല നമ്മുടെ NIOS. അവർക്ക് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല. ഒരു വാല്യൂ ഇല്ലാതെ കുട്ടികളാണ് NIOSൽ പഠിക്കുന്നത് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ CBSE ആവട്ടെ, SCSC SCERT അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡിലെ പിള്ളേരാവട്ടെ, CBSEയിലെ പിള്ളേരാവട്ടെ, അവരെ കമ്പയർ ചെയ്യുമ്പോൾ NIOSലെ പിള്ളേർക്ക് പ്രത്യേകിച്ച് വാല്യൂ ഇല്ല എന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ പറയണമെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെയായിട്ട്. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ ആ ഒരു ധാരണ തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ NIOSനെ കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ്. ആ ഒരു പ്രസ്താവനയെ തെറ്റാണ്. സോ the value of an NIOS certificate is same as any other national and state board since it's recognized by the government of India. മറ്റുള്ള CBSEയിലെ കുട്ടികളെ പോലെ സ്റ്റേറ്റ് ബോർഡിലെ കുട്ടികളെ പോലെ തന്നെയാണ് NIOSലെ കുട്ടികളും. ഓക്കെ, അവരുടെ സർട്ടിഫിക്കറ്റ് ഇതെന്താണ്, നമ്മൾ ഓൾറെഡി NIOSൽ ഇത് ആരുടെ അണ്ടറിലാണ്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെയും കീഴിൽ വരുന്ന ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് NIOS നമ്മൾ പറഞ്ഞു. സോ മറ്റുള്ള CBSE സ്കൂളിലെ കുട്ടികളെ പോലെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡിനെ പോലെ തന്നെയാണ് NIOS. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഒരുവിധം നിങ്ങൾക്ക് എന്താണ് ഫാക്ട്സ്, എന്താണ് മിത്സ് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച് ഗൈസ്.